ഹായ് ആൾ PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് ചെയ്ത PYQസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതുവാണ് തോറിയം. അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് തോറിയം. എവിടെ നിന്നൊക്കെയാണ്? കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് എന്ത്? തോറിയം. ഇനി യുറേനിയം എന്താണെന്ന് നോക്കാം. യുറേനിയം നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയവ. അപ്പോൾ യുറേനിയം നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയവ. അടുത്ത ഓപ്ഷനാണ് ലിഗ്നൈറ്റ്. ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശമാണ് നെയ്വേലി. അപ്പോൾ ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ്. ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ പ്രദേശത്തെ നെയ്വേലിയിലാണ്. അടുത്തതാണ് ബിറ്റുമിൻ. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൽ 80% ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതും പൊതുവെ ജ്വലന തീവ്രത കുറഞ്ഞതുമാണെന്ത്? ബിറ്റുമിനസ്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൽ 80% ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതും പൊതുവെ ജ്വലന തീവ്രത കുറഞ്ഞതുമാണ് എന്ത്? ബിറ്റുമിനസ്. അപ്പോൾ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതുവാണ് എന്ത്? തോറിയം. യുറേനിയം നിക്ഷേപം ധാരാളമായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയവ. ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശമാണ് ഇത്? നെയ്വേലി. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൽ 80% ബിറ്റുമിൻ ഇനത്തിൽപ്പെട്ടതും പൊതുവെ ജ്വലന തീവ്രത കുറഞ്ഞതുമാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണിത്? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ഝാരിയ. ശ്രദ്ധിക്കണം, ഇത് എല്ലാവർക്കും മാറിപ്പോകുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ഝാരിയ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടമാണ് ദിഗ്ബോയി, അസമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടം ദിഗ്ബോയി ആണ്. ഈ ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടമാണ് ഇത്? അങ്കലേശ്വർ. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്കലേശ്വറിനെ ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ഝാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ശ്രദ്ധിക്കണം, മാറാതെ നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാരിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണപ്പാടമാണ് ദിഗ്ബോയി, അസം. ജവഹർലാൽ നെഹ്റു സമൃദ്ധിയുടെ നീരുറവ എന്ന് വിശേഷിപ്പിച്ച എണ്ണപ്പാടമാണ് ഗുജറാത്തിലെ അങ്കലേശ്വർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? ആൻസർ വരുന്നത് ഏതാ? പ്രാഥമിക മേഖലയാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് ഏത്? പ്രാഥമിക മേഖല. അപ്പം നമുക്ക് പ്രാഥമിക മേഖലയെക്കുറിച്ചൊന്ന് പറയാം. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് എന്താണ്? കൃഷിയാണ്. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ഇനി പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? കാർഷിക മേഖലയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് പ്രാഥമിക മേഖല.
ഇന്ത്യയിലെ GDPയിൽ ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇന്ത്യയിലെ GDPയിൽ ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. അടുത്ത പോയിന്റ്, ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് റെഡ് കോളർ ജോബ് എന്നാണ്. ഈ മേഖലയിലെ ജോലി എന്താണ് അറിയപ്പെടുന്നത്? റെഡ് കോളർ ജോബ് എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല പ്രാഥമിക മേഖല. ഇന്ത്യയുടെ GDPയിൽ ഏറ്റവും കുറവ് സംഭാവന നൽകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് റെഡ് കോളർ ജോബ് എന്നാണ്. അപ്പോൾ അടുത്ത മേഖലയാണ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്താണ്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയിലാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ്. ദ്വിതീയ മേഖലയുടെ അടിത്തറയാണ് വ്യവസായം. ദ്വിതീയ മേഖലയുടെ അടിത്തറയാണ് എന്ത്? വ്യവസായം. ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് എന്താണ്? ബ്ലൂ കോളർ ജോബ് എന്നാണ്. ദ്വിതീയ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് ബ്ലൂ കോളർ ജോബ് എന്നാണ്. വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് വ്യാവസായിക മേഖല എന്നും ഈ മേഖല അറിയപ്പെടുന്നു. എന്താണ്? വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് വ്യാവസായിക മേഖല എന്നും ഈ മേഖല അറിയപ്പെടുന്നു. ദ്വിതീയ മേഖല ഒന്നുകൂടെ പറയാം. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നു. ദ്വിതീയ മേഖലയുടെ അടിത്തറയാണ് വ്യവസായം. ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് ബ്ലൂ കോളർ ജോബ് എന്നാണ്. വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് വ്യാവസായിക മേഖല എന്നും ഈ മേഖല അറിയപ്പെടുന്നു. അടുത്ത മേഖലയാണിത്, തൃതീയ മേഖല. പ്രാഥമിക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല അഥവാ തൃതീയ മേഖല. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല അഥവാ തൃതീയ മേഖല. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണിത്, തൃതീയ മേഖല. പ്രാഥമിക മേഖല നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കുറവ് സംഭാവന നൽകുന്നതാണ്. പക്ഷെ തൃതീയ മേഖല എന്താണ്? ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. അടുത്ത പോയിന്റ്, സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്നു. അപ്പോൾ സേവന മേഖലയിൽ ഉൾപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയൊക്കെ സേവന മേഖലയിലാണ്, അതായത് തൃതീയ മേഖലയിലാണ്. ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് എന്താണ്? വൈറ്റ് കോളർ ജോബ് എന്നാണ്. ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് വൈറ്റ് കോളർ ജോബ് എന്നാണ്. അടുത്ത പോയിന്റ്, സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല. സേവന പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുന്നത് ഏതിലാണ്? തൃതീയ മേഖലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. തൃതീയ മേഖല പ്രാഥമിക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായ മേഖലയാണ് സേവന മേഖല അഥവാ തൃതീയ മേഖല. ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഈ മേഖലയിലെ ജോലി അറിയപ്പെടുന്നത് വൈറ്റ് കോളർ ജോബ് എന്നാണ്. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന മേഖലയാണ് ഇത്, തൃതീയ മേഖല. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. അപ്പം തുമ്പയെക്കുറിച്ച് നോക്കാം. തുമ്പ സ്ഥാപിതമായ വർഷം 1962 തുമ്പ എന്നാണ് സ്ഥാപിതമായത്? 1962 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലേക്ക് കൊണ്ടുവന്ന വർഷം 1972 തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്? 1972 അപ്പോൾ തുമ്പ സ്ഥാപിതമായത് 1962 വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലേക്ക് കൊണ്ടുവന്നത് 1972 10 വർഷത്തെ മാറ്റേ ഉള്ളൂ കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് സ്ഥാപിതമായത് തുമ്പയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? തുമ്പയിലാണ്.
ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇത് തുമ്പ. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ തദ്ദേശീയ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റാണ് രോഹിണി. അത് 1967 നവംബർ 2 വിക്ഷേപിച്ചത്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യൻ നിർമ്മിത റോക്കറ്റാണ് ഇത് രോഹിണി. അത് 1967 നവംബർ 2 വിക്ഷേപിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. തുമ്പ സ്ഥാപിതമായ വർഷം 1962. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലേക്ക് കൊണ്ടുവന്നത് 1972. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിതമായത് തുമ്പയിലാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇത് തുമ്പ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ തദ്ദേശീയ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റാണ് രോഹിണി. എന്നാ വിക്ഷേപിച്ചത്? 1967 നവംബർ 2 വിക്ഷേപിച്ചത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ആൻസർ വരുന്നത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചൊന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ്, സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ജീവനാഡി എന്നാണ് ഇന്ത്യൻ റെയിൽവേ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ജീവനാഡി എന്നാണ് ഇന്ത്യൻ റെയിൽവേ വിശേഷിപ്പിക്കപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. നമ്മളെ ചോദ്യത്തിൽ വന്ന പോയിന്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പേരെന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പേരെന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണെന്ത്? ഇന്ത്യൻ റെയിൽവേ. ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തിലെ എത്രാമത്തെയാണ്? 4ാമത്തെ വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ജീവനാഡി എന്നാണ് ഇന്ത്യൻ റെയിൽവേ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ജീവനാഡി എന്നാണ് ഇന്ത്യൻ റെയിൽവേ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അടുത്ത പോയിന്റ്, ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പേരെന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേരാണെന്ത്? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ജീവൻ രേഖ, അതായത് ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് എന്നാണ്? 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ പാതയിലൂടെ ആയിരുന്നു ആദ്യ യാത്ര. എവിടെ മുതലാണ്? ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ പാതയിലൂടെയായിരുന്നു ആദ്യ യാത്ര. അടുത്ത പോയിന്റ്, ഇന്ത്യൻ റെയിൽവേ ലൈൻ ഇല്ലാത്ത സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിലെ റെയിൽവേ ലൈൻ ഇല്ലാത്ത സംസ്ഥാനമാണ് ഇത്? സിക്കിം. ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഇത്? മേഘാലയ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിൻ്റെ ജീവൻ രേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇത്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചതെന്നാണ്? 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ പാതയിലൂടെ ആയിരുന്നു ആദ്യ യാത്ര. എവിടെ മുതലാണ്? ബോംബെ മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ പാതയിലൂടെ ആയിരുന്നു ആദ്യ യാത്ര.
അടുത്ത പോയിന്റ്, ഇന്ത്യൻ റെയിൽവേ ലൈൻ ഇല്ലാത്ത സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യയിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത സംസ്ഥാനമാണ് സിക്കിം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് മേഘാലയ. ഇന്ത്യയിൽ അവസാനമായി റെയിൽവേ ലൈൻ നിലവിൽ വന്ന സംസ്ഥാനമാണ് അത്, മേഘാലയ. അപ്പോൾ താങ്ക് യു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ എന്നും പറയണ പോലെ എല്ലാവരും ഇത് വായിച്ച് കണ്ട് കേട്ട് പഠിക്കൂ. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും.